ഹലോ ഫ്രണ്ട്സ്, ബ്രില്യൻ PSC കോച്ചിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന 6ാം ഘട്ട പരീക്ഷയുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ കുറച്ച് ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഓപ്ഷൻ എ പഞ്ചാബ്. ക്വസ്റ്റ്യൻ നമ്പർ 2. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 3. ക്വസ്റ്റ്യൻ നമ്പർ 3. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിക്കറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം? ഓപ്ഷൻ ബി മണിപ്പൂരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 6. 2021 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ്? KV റാബിയ. ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ സി പട്ടം താണുപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 8. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. ക്വസ്റ്റ്യൻ നമ്പർ 9. കേരള പാണിനി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്. AR രാജരാജവർമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 10. 67ാമത് ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം? ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ഓപ്ഷൻ എ ആണ്. 8.4 നോർത്തും 37.6 നോർത്ത് വരെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രോസ് ആണ്, ദ്രോസ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഓപ്ഷൻ സി ലഡാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 14. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഓപ്ഷൻ സി ആണ് നേപ്പാൾ. ക്വസ്റ്റ്യൻ നമ്പർ 15. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി അലഹബാദ് ടു ഹാൽഡിയ. ക്വസ്റ്റ്യൻ നമ്പർ 16. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കർണാടക. ക്വസ്റ്റ്യൻ നമ്പർ 17. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ജാരിയ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ഡിഗ്ബോയി. ക്വസ്റ്റ്യൻ നമ്പർ 20. കോങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മുതൽ മംഗലാപുരം വരെയാണ്? ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1. 3 ന്യായവാദാർഹമായത്. 4 സ്വത്തവകാശത്തെ ഒഴിവാക്കി. ക്വസ്റ്റ്യൻ നമ്പർ 22. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ക്വസ്റ്റ്യൻ നമ്പർ 23. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 24. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 2, 3. ക്വസ്റ്റ്യൻ നമ്പർ 25. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി 1, 3 ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ എ 1, 2, 4 ശരി. ക്വസ്റ്റ്യൻ നമ്പർ 27. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 3, 4. ക്വസ്റ്റ്യൻ നമ്പർ 28. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാമാണ്? ഓപ്ഷൻ എ സുഷമ സിംഗും ദീപക് സന്ധുവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചത്? 26 ജനുവരി 1950. ക്വസ്റ്റ്യൻ നമ്പർ 31. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 32.
ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. സാരെ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. ക്വസ്റ്റ്യൻ നമ്പർ 34. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 35. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 36. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്കു വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ്. ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 37. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരി. ക്വസ്റ്റ്യൻ നമ്പർ 38. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ്. ഓപ്ഷൻ എ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം 1948 ജാനുവരി 30. ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഓപ്ഷൻ സി ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? ഓപ്ഷൻ ഡി പയ്യന്നൂരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. ക്വസ്റ്റ്യൻ നമ്പർ 44. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 45. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 47. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 48. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഓപ്ഷൻ ഡി ആണ്. 1946. ക്വസ്റ്റ്യൻ നമ്പർ 49. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചതാരാണ്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 52. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ എ ശാസ്താംകോട്ട കായലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ഓപ്ഷൻ ഡി 580 കിലോമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നത് നിന്നും തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 55. ആദ്യത്തെ റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി ആണ്. 1861 മാർച്ച് 12. ക്വസ്റ്റ്യൻ നമ്പർ 56. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. പേരമ്പാടി ചുരം. ക്വസ്റ്റ്യൻ നമ്പർ 57. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴയുടെ തീരത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 58. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ ദ്രവ്യം ഏതാണ്? ഓപ്ഷൻ ബി കുരുമുളക്. ക്വസ്റ്റ്യൻ നമ്പർ 59. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 16. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ്. ഓപ്ഷൻ ഡി.